വർക്കൗട്ടിനിടയിൽ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ മിക്ക ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്കാണ് കുറേ കാലം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിച്ച് ജിമ്മെ അവോയ്ഡ് ചെയ്യുന്നത്. സ്ക്വാഡ്സിൽ ബാക്ക് ഒന്ന് ട്വീക്ക് ചെയ്തൊന്നും കരുതി 2-3 ആഴ്ചകളൊക്കെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ ഡീട്രെയിനായി വീക്കായി സ്ക്വാഡ്സിൽ നമ്മൾ ഏത് വെയ്റ്റ്സിലാണോ ഇഞ്ചേർഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെയ്റ്റ്സിനോടോ നമ്മൾ ഒരു പേടി ഡെവലപ്പ് ചെയ്ത് പിന്നെയും ഇഞ്ചേർഡ് ആവാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒരു ഇഞ്ചുറിയോ ട്വീക്കോ ഉണ്ടായാൽ ഞാനതിനെ ഡീൽ ചെയ്യുന്നത് പല ടിപ്സിലൂടെയാണ്. അതിൽ തന്നെ മിക്ക ആളുകൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന 2 ടിപ്സ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ബാക്കിയുള്ള ടിപ്സ് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ വരുന്നതാണ്. ഒന്നാമത്തെ കാര്യം പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പെയിൻ ഈസ് ഓൾസോ സൈക്കോളജിക്കൽ. സിവിയർ പെയിൻ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഡാമേജ് ആയി എന്നർത്ഥമില്ല. പെയിൻ എന്നുള്ളത് ബ്രെയിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. നിങ്ങളുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രെയിൻ പെയിൻ സിഗ്നൽസ് അയക്കുന്നതാവാം. ഇഫ് യു ആർ സ്കെയർഡ് ഓഫ് എൻ ഇഞ്ചുറി യു ആർ ആക്ച്വലി മോർ ലൈക്ലി ടു ഗെറ്റ് ഹേർട്ട്. അതുകൊണ്ട് തന്നെ ഇഞ്ചേർഡ് ആയി കഴിഞ്ഞാൽ ഓവർലി ഡ്രമാറ്റിക് ആവാതിരിക്കുക, പേടിക്കാതിരിക്കുക. ഐ നോ വേദന അനുഭവിക്കുന്ന സമയത്ത് ചില്ലായിരിക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, ബട്ട് ദിസ് ഈസ് സോ നോർമൽ. എല്ലാ ആത്ലീറ്റ്സിനും പറ്റുന്നതാണ്. എല്ലാം കറക്റ്റായി ചെയ്തു കഴിഞ്ഞാലും എത്ര പെർഫെക്റ്റ് ടെക്നിക്കാണെങ്കിലും എലീറ്റ് ലെവൽസിൽ എല്ലാ ആത്ലീറ്റ്സിനും എന്തെങ്കിലും ഓരോ ടൈപ്പ് ഓഫ് ഇഞ്ചുറീസ് ഉണ്ടാവും. ബട്ട് അതിൽ നിന്നൊക്കെ അവരെല്ലാം റിക്കവറായി വരുന്നുണ്ട്. ചില ആളുകൾ കോമ്പറ്റീഷന് ഒരാഴ്ച മുമ്പൊക്കെ ഇഞ്ചുറി ആയിട്ട് കോമ്പറ്റീഷനിൽ ലൈഫ് ടൈം PRs അടിച്ചവരൊക്കെ ഉണ്ട്. സോ അണ്ടർസ്റ്റാൻഡ്, എവറിത്തിങ് വിൽ ഗെറ്റ് ബാക്ക് ടു നോർമൽ, എവറിത്തിങ് ഇസ് ഓക്കെ. ഒരിക്കലും നിങ്ങൾ നിങ്ങളോട് തന്നെ എനിക്കിനി ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നോ, ഇത് എൻ്റെ പവർ ലിഫ്റ്റിംഗ് കരിയറിന്റെ അവസാനമാണെന്നോ, ഈ ഒരു ബാക്ക് പെയിൻ വെച്ചിട്ട് ഞാൻ ജീവിതകാലം നടക്കേണ്ടി വരുമെന്നോ പറയരുത്. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ചിന്തിക്കാതിരിക്കുക, പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സിനോട് സംസാരിക്കുക. ബൈ ദ വേ, പെയിൻ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് നിങ്ങൾ സിവിയർലി എഫക്റ്റഡ് ആണെന്നോ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടെന്നോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് കാലിന് എന്തെങ്കിലും നംബ്നെസ്സോ ടിംഗ്ലിംഗ് സെൻസേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോ ആൻഡ് വിസിറ്റ് എ ഡോക്ടർ ഹൂ ഇസ് ഫ്രം എ സ്പോർട്ട് ഫീൽഡ്. ഓക്കെ, ഞാൻ ഒരു മെഡിക്കൽ ഡോക്ടറല്ല, ഞാൻ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾ പോലും അല്ല. ആൻഡ് അവരുടെ ഇൻസ്ട്രക്ഷൻ പറയുന്നതനുസരിച്ച് ദേ വിൽ ഓൾവേസ് നോ വേ ബെറ്റർ ദാൻ മീ. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് പെയിൻ ഇല്ലാതെ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് സ്വയം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇഞ്ചേർഡ് ആണെങ്കിലും പെയിൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ, ബോഡി വെയ്റ്റ് സ്ക്വാഡ്സ്, ബോഡി വെയ്റ്റ് ഡെഡ് ലിഫ്റ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞാൻ ഇത്തരം സന്ദർഭങ്ങളിൽ ചില സമയത്ത് എൻ്റെ മകനെ തോളിൽ വെച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ്സ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഹീ ഈസ് സൂപ്പർ ലൈറ്റ് ആൻഡ് ഹീ എൻജോയ്സ് ഇറ്റ്. പിന്നെ സ്ക്വാഡ്സിലൊക്കെയാണ് നിങ്ങൾ ഇഞ്ചേർഡ് ആയിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് MT ബാറൊക്കെ വെച്ച് സ്ക്വാഡ്സ് ചെയ്ത് നോക്കാം. റേഞ്ച് ഓഫ് മോഷൻ കുറച്ച് നോക്കാം. ഫുൾ ഡെപ്തിൽ ഇരിക്കാതെ റേഞ്ച് ഓഫ് മോഷൻ കട്ട് ചെയ്തിട്ടൊക്കെ സ്ക്വാഡ് ചെയ്ത് നോക്കാം. ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാഡ്സ് ട്രൈ ചെയ്യാം. സേഫ്റ്റി സ്ക്വാഡ് ബാർ ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ പിൻ സ്ക്വാഡ്സ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഫുൾ ഡെപ്തിൽ പോകാതെ തന്നെ അത്യാവശ്യം ഹൈറ്റിൽ പിൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിൻ സ്ക്വാഡ് ഈസ് എ റിയലി ഗുഡ് ഓപ്ഷൻ. ബേസിക്കലി നിങ്ങൾക്ക് പെയിൻ ഇല്ലാതെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് സ്വയം എക്സ്പ്ലോർ ചെയ്യുക. ഒരിക്കലും ഇഞ്ചേർഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തെ കൂടുതൽ റെസ്റ്റ് എടുത്ത് സ്റ്റിഫ് ആക്കാതിരിക്കുക എന്നുള്ളതാണ്. എനിവേ, that's all I have for today's video. This is Hani from JBox signing out. Peace.